ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ മാസ്റ്ററിൽ വരാം. മാസ്റ്ററിൽ നമുക്ക് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ഒന്ന് ഇമ്പോർട്ട് കസ്റ്റമർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബൾക്കായിട്ട് കസ്റ്റമറിൻ്റെ ലിസ്റ്റ് ഇതിലേക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. അതിനുള്ള സാമ്പിൾ എക്സൽ ഷീറ്റ് നമുക്ക് ഈ ഒരു ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ക്രിയേറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണുള്ളത്. ഇവിടെ നമ്മൾ കസ്റ്റമറിൻ്റെ നെയിം പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം കസ്റ്റമറിൻ്റെ കോഡ് എന്താണെന്നെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള കോഡ് എന്താണെന്ന് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം മൊബൈൽ, CR നമ്പർ, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാം. ഇനി ഏലിയാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിക് നെയിമാണ്. പിന്നെ നമുക്ക് ഇമെയിൽ, അതുപോലെ തന്നെ VAT രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം കസ്റ്റമർ കാറ്റഗറി എന്താണോ അതും കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ താഴെ നോക്കുമ്പോൾ കാണാം നമുക്ക് സേവ് ആസ് ബോത്ത് കസ്റ്റമർ ആൻഡ് സപ്ലയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു കസ്റ്റമറിനെ സപ്ലയറും കൂടി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ സേവ് ആസ് ബോത്ത് കസ്റ്റമർ ആൻഡ് സപ്ലയർ എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കസ്റ്റമറിൻ്റെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഡെലിവറി അഡ്രസ്സ് എന്താണോ അത് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോൾ സെയിം കസ്റ്റമർ അഡ്രസ്സും ഡെലിവറി അഡ്രസ്സും സെയിം ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു അഡ്രസ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ പോവാം. നമുക്കിനി ഇവിടെ ഡ്യൂ ഡേയ്സ് എന്താണോ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഗോഡൗൺ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ സെയിൽസ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് ഡീഫോൾട്ടായിട്ട് ഏത് സെയിൽസ് ഏജൻറ്റിനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു കസ്റ്റമറിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സെയിൽസ് റേറ്റിലും താഴെ സെയിൽ എനേബിൾ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഒന്നിലേ എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിഫോൾട്ട് സെയിൽസ് റേറ്റിൻ്റെ ബിലോ ഒരിക്കലും ഇവർക്ക് സെയിൽ അടിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിവിടെ ഇൻ്റർ ബ്രാഞ്ച് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ്റർ ബ്രാഞ്ച് കസ്റ്റമർ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചസിലും ഈ കസ്റ്റമറിനെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്കിവിടെ കാണാം ഡിഫോൾട്ട് കറൻസിയും അതുപോലെ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ പുറത്തുള്ളൊരു കസ്റ്റമറിനാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ കറക്റ്റ് നമ്മുടെ ബില്ലിലും കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ടാണ് ഡിഫോൾട്ട് കറൻസി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എനേബിൾ ഡിസ്കൗണ്ട് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കസ്റ്റമറിന് ഇത്ര % ഡിസ്കൗണ്ട് വരെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റ് വെക്കണമെങ്കിലാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എനേബിൾ സ്പെഷ്യൽ പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് ഒരു കസ്റ്റമറിന് ഒരു സ്പെസിഫിക് പ്രൈസിൽ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനേബിൾ ചെയ്തതിന് ശേഷം അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് കാറ്റഗറി ആണെന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ആ ഒരു പ്രൊഡക്റ്റിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾക്ക് വേണ്ട റേറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സബ്മിറ്റ് കൊടുക്കാം. ഈ ഒരു കസ്റ്റമറും നമ്മൾ ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കസ്റ്റമറിൻ്റെ ക്രിയേഷൻ വരുമ്പോൾ പറയാനുള്ളത്.